അത്യാവശ്യമായി നമ്മൾ എത്തിച്ചേരേണ്ട ഗോള് ലക്ഷ്യത്തെ പറ്റി ഒന്ന് പറയുകയും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമസ്കാരത്തിന് നിർത്തുന്നതാണ് തോന്നുന്നത് അല്ലെ. നമസ്കാരത്തിന് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോ എല്ലാം ഒരു സ്ട്രീമില് പോകുന്ന മദ്രസ പലേസാല് പറഞ്ഞപ്പോ കുറച്ച് വീടുകളിൽ ക്ലാസ് എടുക്കുന്ന ഇതുണ്ട്. അങ്ങനെ എല്ലാം ഒരു ഒരു സ്ട്രീമിലല്ല പോകുന്നത് എന്നതുകൊണ്ട് തന്നെ ഒരു പൊതുവായ ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സംസ്കാരം വരെ ആ തരത്തിലുള്ള ഒരു സംസ്കാരത്തിന് സാധ്യത കുറച്ച് കാര്യങ്ങൾ പറയുകയും സംസ്കാരത്തിന് ശേഷം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മദ്രസകളിൽ അഭിമുഖീകരിക്കുന്ന പഠനത്തിന്റെ കാര്യത്തിലോ കുട്ടികളുടെ പിന്നെ പ്രോബ്ലം ചൈൽഡുകളോ അങ്ങനത്തെ കുട്ടികളുടെ കാര്യത്തിലോ അഭിമുഖീകരിക്കുന്ന ക്ലാസ് റൂം കണ്ടക്ട് ചെയ്യുന്ന ഡീൽ ചെയ്യുന്ന വിഷയത്തെ പറ്റി വിവരിക്കുന്നത് നിങ്ങൾ പറഞ്ഞാൽ അത് നമുക്കൊരു ബ്രീഫ് ചെയ്തിട്ട് നമുക്കൊരു ധാരണയിലെത്താം എന്നാണ് തോന്നുന്നത്. പിന്നെ എഞ്ചിനീയർമാരും അതുപോലെ തന്നെ അറബി കോളേജിൽ പഠിച്ചും അതുപോലെ ആ രംഗത്ത് പ്രൊഫഷൻ ചെയ്ത 1-2 ആളുകളെ ഉള്ളൂ. സികളുടെ ഭാഗത്തും അത്രേ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോ എന്ന് കരുതി ഒരു മദ്രസ പഠിപ്പിക്കാൻ മദ്രസയിൽ ഇപ്പൊ മലയാളം ബുക്കല്ലേ അത് എല്ലാവർക്കും വായിച്ചാൽ കിട്ടുമല്ലോ എന്ന് നമ്മള് തോന്നരുത്. വളരെ ഒരു നാഴി, ഞങ്ങളൊക്കെ സാധാരണ ഞങ്ങളുടെ നാട്ടില് ഒരു നാഴി എന്ന് പറയുന്നുണ്ട്. പഴയ കാലത്തെ അളവാണ്. നമ്മളൊരു ലിറ്റർ എന്ന് പറയാം. ഒരാൾക്ക് അര ലിറ്റർ അളന്ന് കൊടുക്കാൻ 1 ലിറ്ററിനെ 1/2 ലിറ്ററിനെ അളന്ന് കൊടുക്കാൻ പറ്റും. 1 ലിറ്റർ എടുത്തിട്ട് 1 ലിറ്റർ ഫുള്ളായിട്ട് അളന്ന് കൊടുക്കാൻ പറ്റും. അപ്പൊ അതുപോലെ നമ്മൾ ശരിക്ക് ഈ രംഗത്ത് പഠിക്കുന്ന വേണം. ഇപ്പോ എഞ്ചിനീയർ ആവട്ടെ നിങ്ങളാരും ഒരു മദ്രസ അധ്യാപകർ എന്നുള്ളതിലേക്ക് ജോലി എടുക്കുന്നവരല്ല. നിർബന്ധിത സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ എഴുന്നേറ്റ് നിൽക്കേണ്ടി വന്നു അല്ലെങ്കിൽ തയ്യാറാവേണ്ടി വന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയമായിട്ട് ഒരു പാഠപുസ്തകത്തിലുള്ളത് എന്താന്ന് ചോദിച്ചാൽ അത് ഹെഡിങ്ങുകൾ മാത്രമേ ഉണ്ടാവൂ. ഇപ്പൊ ബാബു തഹാറത്ത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ കിതാബിലുള്ള ഹദീസ് ഗ്രന്ഥത്തിലുള്ള നിങ്ങൾക്ക് പരിചയമുള്ളത് പറയാണ്. ബാബു തഹാറത്ത് എന്ന് പറയുമ്പോൾ തഹാറത്തിന്റെ അധ്യായം എന്നാണ്. ഈ തഹാറത്തിന്റെ അധ്യായം എന്ന് പറഞ്ഞിട്ട് 8-10 പേജ് അതിന്റെ പല ഘടകങ്ങളും വിശദാംശങ്ങളും ഉണ്ടായിരിക്കും. ഇതുപോലെ ഒരു ബാബു തഹാറത്ത് എന്ന പോലെയാണ് പാഠപുസ്തകത്തില് ഓരോ വിഷയങ്ങളും ഒരു ഹെഡിങ് മാത്രമാണ്. അതിന്റെ ഒരു ഡീറ്റെയിൽ സ്റ്റഡി എന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ ആ ഓരോ ഭാഗങ്ങളെയും ഓരോ ആശയങ്ങളെയും വികസിപ്പിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അറബി കോളേജിലൊക്കെ പഠിച്ച ആളുകൾ ആയതുകൊണ്ട് കുറച്ചൊരു പരിചയം ഉണ്ടാവും. അല്ലാത്ത ആളുകൾ ഈ പാഠ വിഷയങ്ങള് ഒരുപാട് പുസ്തകങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് കൊടുക്കുക എന്നുള്ളതാണ്.